വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി.കെ. കാസിം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവാദ വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കേസിൽ പോലീസ് ആദ്യം പരാതി നൽകിയ തന്നെ പ്രതിയാക്കിയെന്ന് കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി A.T. അശ്വതി ചേരുന്നു. അശ്വതി, തെരഞ്ഞെടുപ്പ് കാലയളവിൽ വലിയ വിവാദമായിരുന്ന വടകരയിലെ കാഫിർ പ്രയോഗത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കാസിം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. എപ്പോഴാണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുക? എന്തൊക്കെയായിരിക്കും കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ? വൃന്ദ ഇന്ന് ഈ കേസ് പരിഗണിക്കുകയാണ്. ആദ്യമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതിന് തൊട്ട് മുന്നോടിയായി മുൻ MLA ലതികയുടെ അടക്കം KK ലതികയുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഇന്ന് പോലീസ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. പക്ഷേ താനാണ് ആദ്യം പരാതി നൽകിയത്, പക്ഷെ തനിക്കെതിരെ തന്നെ കേസെടുത്തു എന്നതാണ് കാസിം ഇക്കാര്യത്തിൽ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ വ്യാജ പോസ്റ്റാണ് നിർമ്മിച്ചതെന്നും അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഐഡിയിലാണ് ഈ സന്ദേശം താൻ ആദ്യമായി കണ്ടതെന്നുമാണ് കാസിം ഹർജിയിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഇതിൽ തനിക്കെതിരെ പരാതി എടുത്തിരിക്കുക, അതായത് കേസെടുത്തിരിക്കുന്നത് ശരിയല്ല, ഒപ്പം തന്നെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വിശദീകരണം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേൾക്കും. മാത്രമല്ല മുൻ MLAയിൽ നിന്നടക്കം പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. പക്ഷേ ഇത് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിടാതിരിക്കാൻ പെട്ടെന്ന് മൊഴി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഈ ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെയും ഒപ്പം തന്നെ ഹർജിക്കാരുടെയും ആരോപണങ്ങളും മറ്റ് കണ്ടെത്തലുകളും കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം പറയുക. സംഭവത്തിൽ വിശദമായ അന്വേഷണമായിരിക്കും ഒരു പക്ഷേ ഹൈക്കോടതി നിർദ്ദേശിക്കുക. വൃന്ദ, വ്യക്തമാണ്.